ഹ്യൂജ് ആണെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് കാണാം. പിന്നെ കാറ് മാത്രമല്ല കേട്ടോ, ബൈക്കും ഉണ്ട്. ഹലോ, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഷാർജ ക്ലാസിക് കാർ മ്യൂസിയത്തിലാണ്. ഇവിടെ നമുക്ക് മോർ ദാൻ 100 വെറൈറ്റീസ് ഓഫ് കാർസ് കാണാൻ കിട്ടും എന്ന് പറയുന്നു. ഒത്തിരി കാർസ്, ഒരുപാട് കാർസ് നമുക്ക് ഇവിടെ എല്ലായിടവും കാണാൻ കിട്ടുകയാണ്. എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി അത് കൗണ്ട് ചെയ്ത് തന്നെ എടുക്കാൻ പറ്റും. ആസ് ഓഫ് നൗ 100+ ഉണ്ടായിരുന്നു. 2008 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് റിനോവേഷൻ എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഒത്തിരി വെറൈറ്റീസ്, എല്ലാ ടൈപ്പ് വെറൈറ്റീസും ഉണ്ട്. ഞങ്ങൾ മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫ്ലൈറ്റിനെ ബേസ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ് അബൌട്ട് ദ ഫ്ലൈറ്റ് കിട്ടും. അതുപോലെ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഡീറ്റെയിൽസ് അബൌട്ട് ദ കാർസ് ഫ്രം ഹിയർ. അപ്പം നമ്മൾ കാർസിനെ കുറിച്ചും അതൊരു എഡ്യൂക്കേഷൻ ബേസിസ്. കാറ് മാത്രമല്ല കേട്ടോ, ബൈക്കും ഉണ്ട്, പഴയ ബൈക്കും ഉണ്ട്. ഇതേപോലെ ഇന്ത്യൻ സ്കൗട്ട് മോട്ടോർ സൈക്കിളാണ്. 1941 അല്ലേ? അതെ. ജസ്റ്റ് നമ്മളെ ബുള്ളറ്റ് ടൈപ്പാണ്. വേറൊരാളും കൂടെ ഉണ്ട്. BSA മോഡൽ മോട്ടോർ സൈക്കിൾ. റോൾസ് റോയ്സ് കണ്ടിട്ടില്ല എന്നാലും പറയരുത്. ഇറ്റ് ഇസ് 1934 യുണൈറ്റഡ് കിങ്ഡംസ്. ഓക്കെ, അത് പറയുന്നതെന്നറിയോ? എവ്രി വൺ ഹു ബൈസ് ദ ബെസ്റ്റ് തിങ്സ് ബൈസ് ഓൺലി റോൾസ് റോയ്സ് മോട്ടോർ കാർസ്. ഫോർഡാണ് ഇത്. ഫോർഡാ, 4-door സെഡാനാണ്. 4-door സെഡാനാണ്. ഇറ്റ് ഇസ് 1930. ഹെൻറി ഫോർഡ് പറഞ്ഞതാണ്, നെവർ ഫൈൻഡ് എ ഫോൾട്ട് ബട്ട് ഫൈൻഡ് എ റെമഡി. പിന്നെ കളർ കൊള്ളാടെ ഈ കളറ്. പിന്നെ ഏതാണ് ആള്? USA. So it's Pontiac 8. $1 for $1, you can't beat a Pontiac. എന്നാ ഫിനിഷിംഗ് ഇല്ല. Kaiser Manhattan 1954. What power, what beauty, what a car. Of course, no doubt. നോക്ക്, അതിൻ്റെ ഫിനിഷിംഗ് നോക്ക്. എന്താ ഫിനിഷിംഗ്? Should be the champion. Style to step up with spirit. ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നതാണ് എന്തോ ഒരു കാറുകളുടെ ഇടയിലാണ്. നമുക്ക് അടിപൊളിയായിട്ടോ, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് കളക്ഷൻസ്. നമുക്ക് ഇത്രയും ഭംഗിയുള്ള കാറുകൾ റോഡുകളിൽ കാണാൻ പറ്റത്തില്ല, റോഡിൽ കാണാൻ കിട്ടത്തില്ല. ബട്ട് ഇതെല്ലാം മ്യൂസിയത്തിൽ സെറ്റ് ചെയ്തിട്ടേക്കവരെല്ലാവരും. ചുമ്മാ തന്നെ റോഡിൽ ഇറങ്ങാത്തവരെല്ലാവരും. എന്ത് ഭംഗിയുള്ള കാഴ്ചയാണ്. അത് മാത്രം ഭയങ്കര ക്വാളിറ്റിയാണ് കേട്ടോ. അതാ, സൂപ്പർ ക്വാളിറ്റിയാണത്. ഇത് നോക്കിയേ, ഇതെന്താ കാണുന്ന ഇതിലൊക്കെ നോക്കിയേ. The Buick Super, produced from the 1940 to 1958. You get more to be proud at your Chevy. നമ്മളെ അംബാസഡർ ലുക്കില്ലേ? നമ്മുടെ അംബാസഡർ ലുക്കേ ഉള്ളൂ, പക്ഷേ അംബാസഡർ അല്ല. ആള് ഷെവർലെയാണ്. പക്ഷെ നമ്മളെ അംബാസഡർ ഉണ്ടല്ലേ, 1911 വന്ന റേസ് കാറാണ്. പിന്നെ കളറല്ല, വേറെന്തോ അതിന് പറയുന്നത്. കളർ മാത്രമല്ല, എന്തൊരു ലുക്കാണ്. സൈസും ഉണ്ട് കേട്ടോ, അടിപൊളിയാട്ടോ.
അകത്തൊക്കെ ഒന്ന് കയറി ഇരിക്കാൻ തോന്നുന്നു കേട്ടോ. നമുക്ക് അകത്ത് കയറാനുള്ള പെർമിഷൻ ഇല്ല. അത് കയറിയപ്പോഴേ നമ്മളെടുത്ത് പറഞ്ഞു, നമ്മളെ കണ്ടപ്പോഴേ ഒരകത്ത് തുറന്നു കയറുന്ന ടൈപ്പ് തൊടാനും പാടില്ല കയറാനും പാടില്ലെന്നൊരു ശരണ്യെ നോക്കി പറഞ്ഞു. കയറരുത്, തുടരരുത്, ഡോർ ഓപ്പൺ ചെയ്യണം. അത് എത്ര ഡൗട്ട് എടുക്കുന്നു. നമ്മളാരും തോന്നു കയറുന്ന ടൈപ്പാണ് അല്ലേ ഏട്ടാ? Marxist Bentley and they're taking the 100 mph without noise. 1950 പുലിക്കുട്ടന ഷേർലെ 1950. രണ്ടുപേര് കിടക്കുന്നുണ്ടോ? രണ്ടല്ല 3 പേര്. ന്യൂയോർക്ക് ഡീലക്സ്. ഡോഡ്ജ് ആണ്, ഡോഡ്ജ്. എങ്ങനെയുണ്ട്? എനിക്കൊന്നും വയ്യ ഏട്ടാ, പറയാനൊന്നും ഇല്ല അതിനകത്ത്. എന്താ മൊത്തം കാറുകളാട്ടാ ഏരിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. എത്ര കാശാണെന്നുള്ളത് അതെല്ലാം അടിപൊളി കാഴ്ച, ഒന്നിനൊന്നും മെച്ചം. അപ്പം അതുകൊണ്ട് ഒന്നും പറയാനില്ല. പിന്നെ കൂടുതലൊന്നും കാറിനെ കുറിച്ച് പറയാനും അറിയത്തില്ല, അതാണ് വേറെ. കൂടുതൽ നമുക്ക് പറയാനൊന്നും അറിയത്തില്ല. നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ അതുപോലെ നിങ്ങൾക്കും കാണിച്ചു തരാം. അത്രേ ഉള്ളൂ, വേറൊന്നും പറയാൻ. ഇത് കാർഡിലാക് SS ആംബുലൻസ് ആണ്. ആംബുലൻസ് ഒക്കെ ഉണ്ടോ? ഓക്കെ അല്ലേ ആംബുലൻസ്? അതാണ്. നമ്മളെ പഴയ ആള് 1993 യുണൈറ്റഡ് കിങ്ഡം. Ford Thunderbird, Dodge Monarch, Mercury Comet, Chevrolet Bel Air, 1960, United States of America. ട്രക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം ഷാർജ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഈ ട്രക്ക് അതിനൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഇറ്റ്സ് ഫ്രം 1982. ബെഡ്ഫോർഡ് ട്രക്ക് എന്നാണ് ഇതിനെ പേര് പറയുന്നത്. ഇറ്റ്സ് ഫ്രം യുണൈറ്റഡ് കിങ്ഡംസ്. അപ്പം ഇതിന് ഗിഫ്റ്റായിട്ട് കിട്ടിയ ഒരു ട്രക്കാണ്. യു ക്യാൻ സീ ദാറ്റ് അറ്റ് ദ ടോപ്പ്. ഇതും അതുപോലൊരു ട്രക്കാണ്. ബെഡ്ഫോർഡ് വെഹിക്കിൾസ് ഫോംഡ് ഇൻ 1931. ഓക്കെ, അതെന്തൊരു മെജസ്റ്റിക് ലുക്കാണ് നോക്ക്. കാർസിൻ്റെ എൻജിൻ ഡീറ്റെയിൽസായി കാണുന്നത് എൻജിൻ ഡീറ്റെയിൽസ് ഓഫ് ദ കാർസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രസ് ഹിയർ എന്ന് എഴുതിയിട്ടുണ്ട്, ബട്ട് വി കനോട്ട് എൻ്റർ ആസ് വി ആർ പ്രൊഹിബിറ്റഡ്. ടെമ്പററി ക്ലോസ്ഡ് എന്നാണ് കാണിക്കുന്നത്. നടുക്കൊരു ടേബിളൊക്കെ ഉണ്ട്. Reformation ഇതൊക്കെ ട്രാൻസ്ഫോം ചെയ്തേക്കെയാണ്. ട്രക്ക് പോലെയൊക്കെ ട്രാൻസ്ഫോർമേഷൻ നിർത്തിയിട്ട്
നമ്മളെ തട്ടുകട. നമ്മുടെ തട്ടുകടയായി. Mercedes ambulance എന്ന് പറയുന്നത് it is the first ambulance it is operating in Sharjah International Airport 1985 Mercedes ambulance. ഇതെന്ന് പറഞ്ഞാൽ മെഴ്സിഡസ് ബെൻസ് 455E ആണ് 1976-ലുള്ളത്. അപ്പം ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം ഓണറബിൾ ഷെയ്ഖ് സയ്യദ് അൽ ഖാസ്മി. അപ്പം ഇതിൻ്റെ മാക്സിമം സ്പീഡ് പറയുന്നത് 240 km/h ആണ്. പുലിയാണ് പുലിയല്ല 1950s ഇവിടുത്തെ ആളുകൾ UAE-യിലെ ആളുകൾ ഈ ലാൻഡ് റോവേഴ്സാണ് പിക്കപ്പ് ട്രക്സ് ആൻഡ് ടാക്സീസ് ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണുന്നത്. ടൊയോട്ട ലാൻഡ് ക്രൂയിസറാണ്. ഇതും ഒരു ഗിഫ്റ്റ് ഫ്രം ഷാർജ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഇതും ഒരു ഗിഫ്റ്റാണ്. ഇപ്പോഴത്തെ ലാൻഡ് ക്രൂയിസറുമായിട്ട് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണാൻ പോകുന്ന വേറൊരു ഭീകരനെയാണ്. അതെന്ന് പറയുന്നത് റോൾസ് റോയ്സ് സിൽവർ സ്പർ 2 ലിമോസിലാണ് 1989-ലുള്ള യുണൈറ്റഡ് കിങ്ഡംസിൻ്റെ മെയ്ഡ് ആയിട്ടുള്ള സംഭവം. എന്ത് ഹ്യൂജ് ആണെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് കാണാം. Mercedes-Benz 600 Pullman. Mercedes 600s were especially popular in this region given the renowned reputation of Mercedes brand. ഭയങ്കര വലുപ്പമാണ് കേട്ടോ, നമ്മൾ കാണുന്ന പോലല്ല. അതന്നെ സംഭവത്തിൽ ലിമോസിനാണ്. ഏട്ടനാണ് എടുത്തിട്ട് മതിയാവുന്നില്ല. എത്ര നേരമായില്ല, മതിയായില്ലേ ഏട്ടാ? ഏട്ടനാണ് ഈ പ്രാന്ത് പിടിച്ചാണ് കിടന്ന് ഓടുക. വണ്ടിയിലെല്ലാം കൂടെ കണ്ട ആളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എടുത്തിട്ട് ഫോട്ടോസ് തന്നെ വീണ്ടും എടുത്തുകൊണ്ടിരിക്കുക. അങ്ങ് ഭയങ്കര ഹാപ്പിയായി പുള്ളിക്കാരന്. എനിക്ക് അതൊക്കെ എന്തോന്നാണ് ഇതൊക്കെ. ഇത് ഷെവർലെറ്റ് സീരീസ് ടാങ്കർ ട്രക്കാണിത്. Not only would this vehicle have held fuel in the large tank, but it would also have been used to carry other canisters of fuel such as kerosene. ആലോചിച്ച് നോക്കിയേ, യവന്മാരെല്ലാം പുതിയതാണ്. കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്തൊരു ഹ്യൂജാന്ന് നോക്കുക. ചുറ്റുപാടും കാണുന്ന എത്ര വെഹിക്കിൾസ്. അതിന് നമുക്കൊരു എന്താ പറയുക, അതിനൊരു പറയാൻ വേർഡ്സ് ഇല്ല, അത്ര ഹ്യൂജാണ്. കാണുമ്പോൾ നമുക്ക് തോന്നും കാറിൻ്റെ ഫ്രണ്ട് സൈഡാണ്, അല്ല ഇത് ബാക്ക് സൈഡാണ്. അടിപൊളി കളറാണ് അല്ലേ? ഈ കളർ ഉണ്ടോ അതിന്? ഫേവറേറ്റ്, നമ്മളെ ഫേവറേറ്റ് കളർ അല്ലേ? ഇത് 2 പേർക്ക് ഇരിക്കാൻ പറ്റും.
പണ്ടത്തെ കാറിൻ്റെ ശ്രദ്ധിച്ചോ, അതായത് നമുക്ക് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒരേ കണക്ക് തോന്നുന്നുണ്ട്. ഇതുണ്ട്, ബാക്ക് സൈഡാണ് വേണ്ടത്. ഇതാണ് ഫ്രണ്ട് സൈഡ്. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഫോർഡ് മോഡൽ ടി ചേസിസ് ആണ് ഈ കാണുന്നത്. അത് 1911 തൊട്ട് 1927 വരെയുള്ള ടൈമിങ്ങിൽ യൂസ് ചെയ്തിരുന്ന സംഭവം. ബെൻസ് കിടക്കുന്നുണ്ടാ. ഒരു കാലത്ത് നമ്മളെ റോഡുകളിൽ രാജാക്കന്മാരായിരുന്നു ഇതെല്ലാം. മറ്റൊരു മഹാരാജാവ്. നമിച്ച് അത്ര പ്രൗഢി ഇല്ലെങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ. പ്രൗഢി ഇല്ലല്ലേ? അല്ല, ആ രാജാക്കന്മാരെ വെച്ചേക്കുമ്പോൾ ഇത് കുഞ്ഞു രാജാവല്ലേ. ഫോർഡ് മോഡൽസ് കാറുകളാണ്. ഇവനെ നോക്കിയേ, ഇത്ര പഴക്കമുള്ള ഇടയാ നോക്കി. 509 1925 to 29. Chrysler Motors 1932. ഇത് ഫ്ലാറ്റ് 509, സോറി 508 1934. അപ്പം നമുക്കറിയാം, ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ടയറിന് അതിനൊരു വലിയ റോളുണ്ടാകും. അപ്പോൾ ഈ കാണുന്നതെല്ലാം ടയേഴ്സിൻ്റെ പല ടയേഴ്സ് ആൻഡ് വീൽസ്, അതിൻ്റെ ഓരോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിലും വരുന്ന ചേഞ്ചസാണ് ഈ കാണുന്നത്. നമുക്ക് ഇറ്റ് ഷോസ് ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓൺ ദ ഫീൽഡ് ഓഫ് ടയർ. ഞങ്ങളങ്ങനെ പോകാറുണ്ട്. എന്തായാലും ഇതൊരു വർത്ത് ലൊക്കേഷനാണ്. കാരണം ഒരുപാട് പല വെറൈറ്റി ഓഫ് കാർസ്, പ്രത്യേകിച്ചും കാർ ലവേഴ്സ്, യു ഷുഡ് വിസിറ്റ് ദിസ് പ്ലേസ്. ടിക്കറ്റ് റേറ്റ് 10 ദിർഹമാണ്. പെർ ഹെഡ് 10 ദിർഹമാണ്. ഇറ്റ് ഇസ് വർത്ത്. ലൈക്ക് കുറച്ച് ഒരുപാട് റഷൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു. ഒരുപാട് വെറൈറ്റീസ് ഓഫ് കാർസ്. ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ഇസ് അറൗണ്ട് 100+. അപ്പോൾ എല്ലാവരും വരിക, കാണുക, എൻജോയ് ചെയ്യുക. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? പൊളിച്ചില്ലേ? മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. It's me, Sharanya. Arun. Signing off from Sharjah Classic Car Museum. Thank you. Don Williams once said, "The road of life twists and turns, and no two directions are ever the same. Yet our lessons come from the journey, not the destination."